الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد فالق الحب والنوى خلق السماوات العلى الذي فطر السماوات والأرض بقدرته ودبر الأمور في الدارين بحكمته وما خلق الجن والإنس إلا لعبادته والطريق إليه واضح للقاصدين والدليل إليه لاقح للناظرين ولكن الله يضل من يشاء ويهدي من يشاء إلى صراط مستقيم وأن مردنا إلى الله وأن المسرفين هم أصحاب النار ويا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد الذي أديت الأمانة وبلغت الرسالة ونصحت الأمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين بعثه للإيمان مناديا وإلى دار السلام داعيا وللخليقة هاديا ولكتابه مبينا والتاليا وبمرضاته ساعيا وبالمعروف آمرا وبالمنكر ناهيا أما بعد إن أريد إلا للصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة صدق الله مولانا العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين والحمد لله رب العالمين. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസിനികളെ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ്റെ വിധിവിലക്കുകൾ അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ നമ്മേവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ സച്ചരിതരായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായ എല്ലാ പാപപ്പിഴവുകളും വീഴ്ചകളും വൈകല്യങ്ങളും അർഹമുറാഹിമായ തമ്പുരാൻ അവൻ്റെ മഹത്തായ ഫദ്ലുകൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, കുടുംബക്കാർ, സഹോദരന്മാർ, സഹോദരിമാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് നമ്മളിലേക്ക് വലിയ ഒരു സന്ദേശവുമായി കടന്നു വന്നിരിക്കുന്നു. ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ ചന്ദ്രമാസവുമായി ബന്ധപ്പെടുത്തിയതുകൊണ്ട് വ്യത്യസ്ത അന്തരീക്ഷ വ്യതിയാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂടിൽ നോമ്പെടുക്കാൻ, തണുപ്പിൽ നോമ്പെടുക്കാൻ, മഴയത്ത് നോമ്പെടുക്കാൻ, എല്ലാ കാലങ്ങളെയും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും അതിൻ്റെ തീക്ഷ്ണതകളെ ഉൾക്കൊള്ളുവാനുമുള്ള ഭാഗ്യം അതുവഴി അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയത്തിലേറെ എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയത്, ഞാനിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്ററുകളോളം താണ്ടിയിട്ടാണ് ഇന്ന് ഇവിടുത്തെ ഖുതുബക്ക് വേണ്ടി. ഞാൻ കുറേ വേറെ ആരെങ്കിലും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ നല്ല ദൂരത്തുനിന്ന് വരുമ്പോൾ ആ മഴയും കാറ്റും തണുപ്പും ഭൂമിയുടെ ഘടനയും അതിൽ മനുഷ്യൻ വരുത്തിയ കൈകടത്തലുകളുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന പല പല പ്രതിസന്ധികളും ഒരു വല്ലാത്ത അനുഭവം തന്നെ എനിക്ക് സമ്മാനിച്ചു. അതുകൊണ്ട് ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഉപദേശം, മഴയാണ്, ഒരുപാട് നല്ല ശക്തമായ മഴ നിലനിൽക്കുന്നുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കെടുതികൾ നാട്ടിൽ നടക്കുന്നുണ്ട്. പടച്ച തമ്പുരാൻ നമ്മെയും നമ്മുടെ നാടിനെയും ആ പ്രതിസന്ധികളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഴ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചതുപ്പ് പ്രദേശങ്ങൾ അല്ലെങ്കിൽ കടലിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങൾ, അതിലൊരുപാട് വീടുകൾ ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയും ഒരുപാട് ആളുകൾക്ക് പല പല പ്രതിസന്ധികൾ, ജോലിക്ക് പോകാൻ കടലിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്ക് സാമ്പത്തികമായ വലിയ പരാധീനതകൾ ഒരുക്കുന്നുണ്ട് ഈ മഴ, ശക്തമായ മഴ. പക്ഷെ നമ്മൾ മെയിൽ ഫസ്റ്റൊക്കെ ചൂട് കാരണം അല്ലാഹുവേ ഒന്ന് മഴ പെയ്യിപ്പിച്ച് തരണേ എന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു, ഒരുപാട് പ്രയാസപ്പെട്ടു ആളുകൾ. പക്ഷെ അപ്പോൾ അള്ളാഹ് മഴ തന്നപ്പോൾ നമുക്ക് അതിൽ വേറെ പ്രതിസന്ധി. ഇതൊക്കെ പരീക്ഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിനെയെല്ലാം കരുത്തോടെ നേരിടാൻ ദുൽഹജ്ജും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹജ്ജ് അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും നിലനിൽപ്പിനെ ശക്തിപ്പെടുത്തുന്ന, പ്രതീക്ഷ നൽകുന്ന ഒരു ആരാധനാനുഷ്ഠാനമാകുന്നു ഹജ്ജ് എന്ന് പറയുന്നത്. അത് ഇബ്രാഹിം നബിയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും ആ ഇബ്രാഹിം നബിയുടെ ത്യാഗ പരിശ്രമങ്ങളുടെ കരുത്ത് ഏറ്റുവാങ്ങിക്കൊണ്ട് എൻ്റെ നാട്ടിലെ ഇബ്രാഹീമായി മാറാനുള്ള പ്രചോദനമാകണം ഹജ്ജ് എന്നതാണ് അതിലെ യഥാർത്ഥമായ ഹജ്ജ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് വാർഷികമായി നടത്തുന്നു. അപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ വീടുകളിലെ കിണറുകളിൽ പുറത്തുനിന്നുള്ള വെള്ളങ്ങൾ ചേരുന്നുണ്ടാവും. അപ്പോൾ ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമാണ്. അതിനെ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, മൺപാത്രത്തിൽ വെച്ച് ശുദ്ധീകരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ തിളപ്പിച്ചിട്ട് കുടിക്കാൻ പറ്റുമോ, അതൊക്കെ നിങ്ങൾ നോക്കണം. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് കേവലം പള്ളിക്കകത്ത് അല്ലെങ്കിൽ ഹറമിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും അനുഷ്ഠാനം നിർവഹിക്കുമ്പോൾ മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമല്ല ഇസ്ലാം. അതിൽ നിങ്ങളുടെ കുടിവെള്ളം, നിങ്ങളുടെ ശൗചാലയം, നിങ്ങളുടെ വൃത്തി, നിങ്ങളുടെ വീട്, ചുറ്റുപാട്, പരിസ്ഥിതി എല്ലാം അതിൽ ബാധിക്കുന്നുണ്ട്.
നിങ്ങൾ നാളെ നിങ്ങളുടെ മുന്നിൽ ലോകം അവസാനിക്കാനുള്ള സമയമാണെങ്കിലും നിങ്ങളുടെ കയ്യിലൊരു തയ്യുണ്ടെങ്കിൽ അത് നടണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എങ്ങനെയാണ് അത് നിങ്ങൾ നടണം എന്ന് പറയുന്നത്? ഇസ്ലാമിന്റെ ഭാഗമാണത്. പ്രകൃതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിനെ നോക്കണം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. ഖുർആൻ പറയണേ, കടലിലും കരയിലുമൊക്കെ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. മനുഷ്യ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടല്ലാതെ ഒരു റോഡും പൊളിഞ്ഞിട്ടില്ല, ഒരു നാടും ഭൂകമ്പങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ല. ഇന്ന് മനുഷ്യർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകളാകുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലെ വെള്ളത്തെ ശുദ്ധീകരിക്കാനുള്ള വഴി നമ്മൾ കണ്ടെത്തണം. അതിനുള്ള മാർഗം കണ്ടെത്തൽ ഇസ്ലാമാണ്. നല്ല ഭക്ഷണം കഴിക്കുക, മഴ കൊള്ളാനും അത് കൊണ്ട് പ്രതിരോധശേഷി ഉണ്ടാക്കാനുള്ള കരുത്തുണ്ടാവണം. കരുത്തില്ലാത്ത വിശ്വാസിയെ ഇസ്ലാമിന് ആവശ്യമില്ല. നല്ല കരുത്തുള്ള വിശ്വാസികളെ വേണം. എല്ലാ മഴയും വെയിലും ചൂടും തണുപ്പും ഒക്കെ കൊള്ളാൻ കരുത്തുള്ള, നല്ല ദൃഢതയുള്ള, ശക്തിയുള്ള, മാനസികവും ശാരീരികവുമായി കരുത്തുള്ള ഒരു തലമുറയാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അത് തന്നെയാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, മഴയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളുണ്ട്. അത് ഒരു വലിയ ഖുത്ബ തന്നെ നടത്തേണ്ട, ഖുത്ബ ഒന്നൊന്നല്ല, കുറേ പറയേണ്ട കാര്യങ്ങൾ അതിലുണ്ട്. പക്ഷെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ ദുൽഹജ്ജ്, അറഫയിലേക്ക്, അതേപോലെ തന്നെ പെരുന്നാൾ, ബലിപെരുന്നാൾ അല്ലെ, യൗമുൻ നഹറിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഉളുഹിയത്ത്, ഇവിടെ മഹല്ലുമായി ബന്ധപ്പെട്ട് ഉളുഹിയത്ത് ഉണ്ടാവും എന്നാണ്. കഴിഞ്ഞ പെരുന്നാളിനും ഞാനിവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഇതിൽ വെച്ചാണ് നമ്മൾ ഉളുഹിയത്ത് നടത്തിയത്. അതിൻ്റെ കർമ്മങ്ങളൊക്കെ ഞാൻ കാണുകയും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷവും ശക്തമായ ഒരു ഉളുഹിയത്തിൻ്റെ സംരംഭം തന്നെ ഈ മഹല്ലത്തിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഉണ്ടാവണം, അത് നിർബന്ധമാണ്. അത് നമ്മുടെ ഹനഫി മദ്ഹബ് പ്രകാരമൊക്കെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥയുള്ള എല്ലാ ആളുകളും നിർബന്ധമായും ഉളുഹിയത്ത് അറുക്കണം എന്നാണ് ഹനഫി മദ്ഹബ് പക്ഷം. പക്ഷെ ഷാഫി മദ്ഹബ് അങ്ങനെ പറയുന്നില്ല. അത് ഐച്ഛികമായ ഒരു കാര്യമാണ്, സുന്നത്തായ ഒരു കാര്യമാണ്, പ്രബലമായ ഒരു സുന്നത്താണ്. പക്ഷേ നമുക്ക് കഴിയുകയാണെങ്കിൽ എല്ലാവരും ഒരു ഷെയറെങ്കിലും കൂടി അത് നടപ്പിലാക്കണം. ആ നടപ്പിലാക്കുന്നിടത്ത് വേറെ കുറേ എന്താ പറയുക, അതിൻ്റെ ആ പരിപൂർണ സുഖം, ആ അറുത്ത മാടിൻ്റെ ഇറച്ചി നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത് അവർ അത് കഴിക്കുമ്പോഴും അതിനെ അറുക്കുമ്പോഴും തക്ബീറുകൾ ചൊല്ലുമ്പോഴും നിങ്ങൾക്കതിൻ്റെ യഥാർത്ഥ സുഖം കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ഉരുവിനെ വളർത്തണം. ഇത് എന്തിൻ്റെ ചരിത്രമാണ് നമ്മളിപ്പോൾ ഈ ഉദുഹിയത്തിൽ ബലി നടത്തുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കാലം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. അത് മനസ്സിലാക്കണമെങ്കിൽ ചരിത്രം വായിച്ചു നോക്കണം, ഖുർആൻ്റെ തഫ്സീർ വായിച്ചു നോക്കണം. ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബി ഉണ്ടാകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുരികം വെളുത്തു പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ പുരികം പോലും നരച്ചു പോയിരുന്നു. എൻ്റെ എല്ലാം നരച്ചുപോയി, മകനെ തരാമെന്ന് പറയുമ്പോഴും യഹിയ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു ചോദ്യതാണ്, എൻ്റെ മുടിയെല്ലാം നരച്ചുപോയി, എൻ്റെ ഭാര്യയാണെങ്കിലോ മച്ചിയാണ്, എനിക്കെങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്ന ആൾക്ക് ആ കണ്ണീരൊഴുക്കിയതിനും അള്ളാഹുവിന് വേണ്ടി ത്യാഗ പരിശ്രമങ്ങൾ നടത്തിയതിനും ഫലമായി അള്ളാഹ് തിരിച്ചു കൊടുക്കുകയാണ്. ഇതിൽ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു വലിയ പ്രചോദനമാണ് ദുൽഹജ്ജ്. കാത്തിരുന്ന് അവസാനം ഒരു കുട്ടിയെ കിട്ടി. ആ കുട്ടി തനിക്ക് താൻ പോന്നവൻ, തൻ്റെ കൈ പിടിച്ച് നടക്കാൻ ഒരു കരുത്തുണ്ടായി. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടിയാണ് കഅബയുടെ പുനരുദ്ധാരണമൊക്കെ നടത്തിയത്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു മകൻ വന്നപ്പോഴാണ് ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, താങ്കളെ അറുക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു മകനെ എന്ന് പറഞ്ഞ് തൻ്റെ മകനെ അത്രക്ക് സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പ് അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കാൻ സന്നദ്ധമായ, എന്നിട്ട് തൻ്റെ മുഖം കാണുമ്പോൾ ഞാനെങ്ങാനും ചിലപ്പോൾ അള്ളാഹുവിനോട് അനീതി കാണിച്ചാലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുഖം ചെരിച്ചു കടത്തണം എൻ്റെ പിതാവേ എന്ന് തൻ്റെ പിതാവിനോട് പറഞ്ഞ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം.
സ്നേഹിച്ച തൻ്റെ മകനങ്ങനെ അറുക്കാൻ വേണ്ടിയിട്ട് കയ്യും കാലും കെട്ടിയിട്ടിട്ട് കടത്തുമ്പോൾ ചിരിച്ചു കടത്തണമെന്ന് തൻ്റെ പിതാവിനോട് പറയുന്ന മകൻ, അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അങ്ങനെ ചെരിച്ചു കടത്തിയ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയണേ, നിങ്ങൾക്ക് പിതാവേ, നിങ്ങൾക്ക് ഞാനൊരു നല്ല അനുസരണയുള്ള മകനായി അവിടെ കടന്നു തരാം, പക്ഷെ എൻ്റെ മുഖം കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം വന്നാലോ, അതുകൊണ്ടൊന്ന് ചെരിച്ചു കടത്തണം എന്ന് പറഞ്ഞ് തനിക്ക് ഏറ്റവും സ്വന്തം എന്ന് പറയുന്ന തൻ്റെ മകനെ ബലിയർപ്പിച്ചതിൻ്റെ പ്രതീകമായി കൊണ്ടാണ് ഈ ഉരുവിനെ നമ്മൾ ബലിയർപ്പിക്കുന്നത്. അത് നമ്മൾ തലേ ദിവസം ഒരു കച്ചവടച്ചന്തയിൽ പോയി ഒരു ഉരുവിനെ മേടിച്ച് അറുക്കുമ്പോൾ ആ മാനസികാവസ്ഥ നിങ്ങൾക്ക് ലഭ്യമാകുകയില്ല. അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ആത്മാവ് അത് ലഭ്യമാകുകയില്ല. അതുകൊണ്ട് അതിനെ ആ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ അടുത്ത വർഷം ഉദ്ഹിയത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ ഒരു ഉരുവിനെ മേടിച്ച് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ വളർത്തി, അതിനെ വെള്ളവും ഭക്ഷണവും കൊടുത്ത് ഊട്ടി വളർത്തി, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കുമ്പോഴാണ് അത് യഥാർത്ഥ ഉദ്ഹിയത്തായിട്ട് മാറുന്നത്. ദൗർഭാഗ്യവശാൽ ആ കാലം മാറിപ്പോയി. ഇന്നിപ്പോ പണത്തിന്റെ മേൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായതുകൊണ്ട് ആ തരത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഉദ്ഹിയത്ത് ആഗ്രഹിക്കുന്ന നിയ്യത്ത് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ മുടി, താടി, അതുപോലെ തന്നെ നഖങ്ങൾ ഇതൊന്നും മുറിക്കാതെ ഈ യൗമുൻ നഹർ വരെ കാത്തിരിക്കണം. 1 മുതൽ 10 വരെയുള്ള ഈ ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത് നിർവഹിക്കാൻ, അത് സുന്നത്താണ്, നിർബന്ധമല്ല. പക്ഷേ അത് വെട്ടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ അതിമഹത്തായ കർമ്മങ്ങളാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മാമിൻ അയ്യാമിൽ അമലി സ്വാലിഹ, ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ഏത് ദിവസങ്ങളിലുള്ളതാണെന്നറിയോ? ഫീഹ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, ഈ പറയപ്പെട്ട ദിവസങ്ങളിലുള്ള കർമ്മത്തെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള വേറൊരു സൽക്കർമ്മവുമില്ല ഈ 10 ദിവസങ്ങളിൽ. എന്നിട്ട് യാനി അയ്യാമുൽ അഷർ എന്നിട്ട് പറയണേ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളാകുന്നു. ഇപ്പം നമ്മൾ അതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അതിനോടടുത്ത് ഇരിക്കുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ നമ്മളോട് പറയണേ, അപ്പോൾ സഹാബത്തിനൊരു സംശയം, ഇതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ. നിങ്ങൾ സ്വാലിഹുൽ അഅ്മാൽ അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടുന്ന് സ്വഹാബത്തിന് സംശയം വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഫഖാലു വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലെ ജിഹാദിനേക്കാൾ പുണ്യമുള്ളതാണോ ഈ പറഞ്ഞ 10 ദിവസത്തിലെ കർമ്മങ്ങൾ? അപ്പൊ നബി പറയണേ, ഫഖാല വലൽ ജിഹാദു ഫീ സബീലില്ലാ, ജിഹാദു ഫീ സബീലില്ലാ അല്ല. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി, ഒരു മനുഷ്യൻ അവൻ്റെ ശരീരവും സമ്പത്തും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടു, ഫലം യർജി മിൻ ദാലിക ബിഷൈഇൻ, എന്നിട്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ തൻ്റെ ജീവനും തൻ്റെ സമ്പത്തും എല്ലാം കൊടുത്ത് മരിച്ചുപോയാൽ, അതിൽ തിരിച്ചു വരാതിരുന്നാൽ, അങ്ങനെയുള്ള ഒരാൾ ചെയ്ത കർമ്മത്തിനോളം എത്തില്ല. എന്നാലും അതല്ലാത്ത എല്ലാ സൽക്കർമ്മങ്ങളെക്കാളും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൽക്കർമ്മം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങളാകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമുക്ക് എന്താണ് ഇങ്ങനെ പഠിപ്പിച്ചു തന്നാൽ അത് ചെയ്യാനൊരു മടി? അന്ന് നിങ്ങളുടെ നാഫിലത്തുകൾ, നിങ്ങളുടെ ഐച്ഛികമായ നമസ്കാരങ്ങൾ, തഹജ്ജുദുകൾ, രാത്രി നമസ്കാരങ്ങൾ, തഹജ്ജുദുകളിലെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ഉലുഹിയത്ത്, ഇനി വരാൻ പോകുന്ന ഉലുഹിയത്ത്, നമ്മളുടെ തക്ബീർ ധ്വനികൾ, നമ്മളുടെ സഹോദരനോടുള്ള പടലപ്പണക്കങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് തൻ്റെ സഹോദരനെ കെട്ടിപ്പിടിക്കുന്ന ആലിംഗനം നടത്തുന്നത് നിങ്ങൾക്ക് ഏറ്റവും മഹത്തായ കർമ്മമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആ ആത്മാവ് കൊടുക്കണ ചെയ്യണം കേട്ടോ. അവനോട് ഉള്ളിൽ ദേഷ്യം വെച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് മുസാഫാത്ത് നടത്തിയാൽ എന്ത് കിട്ടൂല? ഈ പ്രതിഫലം കിട്ടൂല. മാതാപിതാക്കളോട് തെറ്റി നിൽക്കുന്ന, ഞാൻ അൽ കബായിർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്. അൽ കബായിർ അറബിയിലൊരു ഗ്രന്ഥമാണ്. അതിൽ കബായിർ പറഞ്ഞു കഴിഞ്ഞാൽ വൻപാപങ്ങൾ എന്നാണ്.
ആ വൻപാപങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പാപാണ് ഉഖൂഖുൽ വാലിദൈൻ എന്നാണ്. മാതാപിതാക്കളെ ദ്രോഹിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഓലെങ്ങനെ വടിയിട്ട് കുത്തണം എന്നല്ല കേട്ടോ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ നോക്കാതിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഖുത്ബ പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ അപ്പം തന്നെ എണീറ്റ് കരയുക. അപ്പം എന്താ വെച്ചാൽ അദ്ദേഹം ഒരുപാട് കാലമായിട്ട് തൻ്റെ മാതാപിതാക്കളോട് മുണ്ടാതിരിക്കുകയാണ് സ്വത്തിൻ്റെ പേരിൽ. അപ്പം നിങ്ങൾക്ക് ഇടയിൽ ജ്യേഷ്ഠനനിയന്മാർ തമ്മിൽ തെറ്റിയവര്, ഭാര്യമാര് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയവര്, മക്കളോട് തെറ്റിയവര്, കുടുംബത്തിനോട് തെറ്റിയവരോട്, അയൽവാസിയോട് തെറ്റിയവര്, ഇവരെല്ലാം ഇത് തിരുത്തുകയാണെങ്കിൽ ഈ ദുൽഹജ്ജിന്റെ 10 ദിവസത്തിൽ ഇങ്ങനെ എൻ്റെ ഭാഗത്തുള്ള ഒരു തിന്മ ഞാൻ മനസ്സിലാക്കി അതിനെ തൗബ ചെയ്ത് തിരുത്തി വരികയാണെങ്കിൽ അതിനോളം അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായ മറ്റൊന്നില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ നമ്മൾ നാഫിലത്തുകൾ, തഹജ്ജുദുകൾ നിങ്ങൾക്ക് ശീലമില്ലെങ്കിൽ അത് ശീലമാക്കാൻ ശ്രമിക്കുക. മറ്റ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സുന്നത്തുകൾ ചെയ്യുക, നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക, അള്ളാഹുവിനോട് അങ്ങേയറ്റം കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ നമ്മുടെ മനസ്സിനോട് പഠിപ്പിക്കുക, പിശാചിനെ ആട്ടി അകറ്റുക, നോമ്പെടുക്കുക. ഇനിയിപ്പോൾ വരാൻ പോകുന്ന അടുത്ത് പറയാൻ പോകുന്ന കാര്യം എന്താണ്? റമളാൻ, അറഫ വരാൻ പോവുകയാണല്ലോ. ഒരു ദൗർഭാഗ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായമാണ്. സമുദായം ഈ വാക്സിൻ എടുക്കണവുമായിട്ട് ബന്ധപ്പെട്ട് പണ്ഡിതന്മാരോട് ചോദിച്ചാൽ എന്താ അഭിപ്രായം പറയാം? വാക്സിൻ അല്ലേ, ഇപ്പോൾ നമ്മൾ കൊറോണയുടെ ഇതിൻ്റെയൊക്കെ വാക്സിൻ എടുക്കും. അപ്പോൾ പണ്ഡിതന്മാർ പറയും റമളാനിൻ്റെ പകല് പോലും വാക്സിൻ എടുത്താൽ ഒരു കുഴപ്പമില്ല എന്ന് പറയും. അത് ഭയങ്കര ശാസ്ത്രബോധം അല്ലെങ്കിൽ ശാസ്ത്രം വികസിക്കുന്നതിനനുസരിച്ച് ഇസ്ലാം വികസിക്കണം എന്ന് പറയും. പക്ഷെ മാസം കാണലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും പണ്ഡിതന്മാർ വികസിക്കൂല. അതിപ്പോഴും നാട്ടിൽ കാണണം അല്ലെങ്കിൽ അവിടെ കാണണം. എന്നിട്ട് ഹജ്ജും അറഫയും നടക്കണ നാട്ടിൽ നമ്മൾ ഹജ്ജും അറഫയും ഏറ്റെടുക്കൂല. വേറെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം. ഇത് മറ്റ് ശാസ്ത്രീയമായ കാര്യങ്ങൾ നമ്മളെല്ലാം ഏറ്റെടുക്കുന്നുണ്ട്. ശാസ്ത്ര പുരോഗതിക്ക് അനുസരിച്ചുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളിലും മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ മാത്രം പറ്റൂല. ഇത് ഒരു എന്താ പറയുക, ഒരു കടുംപിടുത്തമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം. അവിടെ അറഫ നടക്കുന്നത് നമ്മളിങ്ങനെ കണ്ണിലിങ്ങനെ കാണുകയാണ്. എന്നിട്ട് നമ്മൾ പറയുന്നത് അറഫയല്ല, നമ്മുടെ കണക്ക് പ്രകാരം ദുൽഹജ്ജ് 9 ഇന്നല്ല എന്ന് പറയും. നമ്മൾ അറഫ എന്നല്ല, എന്നിട്ട് നാളെയാണ് അറഫ എന്ന് പറഞ്ഞിട്ട് അവർ യൗമുൻ നഹർ നടക്കുന്ന സമയത്ത് നമ്മളിവിടെ നോമ്പെടുക്കും. 2 കൗലുണ്ട്, ചെയ്യണതിന് തെറ്റെന്നല്ല. പക്ഷേ സമുദായം മറ്റുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയതയെ കൈവരിക്കുകയും അത് ഇസ്ലാമിൻ്റെ ഭാഗമാണെന്ന് പറയാൻ പണ്ഡിതന്മാർ സന്നദ്ധമാകുമ്പോൾ എന്തുകൊണ്ട് അലി മണിക് ഖാൻ പോലെയുള്ള ആളുകൾ ഇതിൻ്റെ കൃത്യമായ കണക്ക് വെച്ചുകൊണ്ട് ഇന്ന ദിവസം മാസം ഉദിക്കാനുള്ള സാധ്യത അന്നാണ് എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തുമ്പോൾ അത് മാത്രം ഉൾക്കൊള്ളാൻ നമ്മുടെ സമുദായത്തിനോ നമ്മുടെ പണ്ഡിതന്മാർക്കോ സാധിക്കുന്നില്ല. അപ്പൊ ഹജ്ജ് അവിടെ നടക്കട്ടെ, ഇവിടെ നമ്മുടെ കേരളത്തിലെ നിയമപ്രകാരമുള്ള ദുൽഹജ്ജിന്റെ ദിവസങ്ങൾ നടന്നു പോവട്ടെ. അതൊരു ദൗർഭാഗ്യമാണ്, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 2 തരത്തിലും നോമ്പെടുക്കുന്നതിന് തെറ്റില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എപ്പോഴും എന്നാണോ അറഫ നടക്കുന്നത് അന്നാണ് എന്ത് ചെയ്യാറ്, യൗമു അറഫയുടെ നോമ്പെടുക്കാറ്. ഹാജിമാര് എന്നാണോ അറഫയിലിരിക്കുന്നത് അന്നേ ദിവസം തന്നെ അതിൻ്റെ നോമ്പെടുക്കാറുണ്ട്. ഇനി അതല്ല, നാട്ടിലെ ദുൽഹജ്ജ് 9-നാണ് അറഫയുടെ നോമ്പെടുക്കേണ്ടത് എന്ന ആ രീതിയിൽ സ്വീകരിക്കുകയാണെങ്കിൽ എന്നാണ് നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ അതെടുക്കുക. അതിന് മഹത്തായ പ്രതിഫലമുണ്ട്. ആ നോമ്പ് നഷ്ടപ്പെടുത്തരുത്. ആ നോമ്പ് കൊണ്ട് ഉള്ള ഒരു കാര്യം ഹദീസിൽ കാണാം. അൻ അബി ഖതാദ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമി അറഫ, യൗമു അറഫയിലെ നോമ്പിനെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. സുഇല അനി സൗമി യൗമി അറഫ, യൗമി അറഫയിലെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. അപ്പൊ ഫഖാല യുകഫിറു സനത്തൽ മാലിയ വൽ ബാഖിയ. അതാണ് അടിവരടേണ്ടത്. നിങ്ങളുടെ ചെറിയ പാപങ്ങൾ, നിങ്ങൾ ചെയ്തു പോയ ചെറിയ ചെറിയ സ്ഖലിതങ്ങൾ, കഴിഞ്ഞ വർഷത്തെയും ഇനി വരാനിരിക്കുന്ന വർഷത്തിൻ്റെയും പാപങ്ങളെ അള്ളാഹു കഴുകിക്കളയും. ഏതുകൊണ്ട്? ഈ ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട്. യുകഫിറു സനത്തൽ മാലിയ വൽ ബാഖിയ. അതെന്താണ് നമുക്ക് എടുക്കാൻ? ഇപ്പോഴത്തെ സാഹചര്യം അള്ളാഹ് തൗഫീഖ് ചെയ്തിട്ട് നമുക്ക് വല്ലാത്ത അനുഗ്രഹമാണ്. ഒരു ക്ഷീണമില്ല, ദാഹവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നോമ്പ് വെക്കുന്നത്. നമ്മൾ ആ നോമ്പ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ പ്രതിഫലം എടുക്കുക. എന്നിട്ട് പോയി സുഇലാൻ സൗമി യൗമി ആഷുറാ, ആഷുറാ ഉണ്ടല്ലോ, മുഹറം 10-ന്റെ നോമ്പിനെ കുറിച്ച് നബിയോട് ചോദിച്ചു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. ഫഖാല യുകഫിറു സനത്തൽ മാലിയ, കഴിഞ്ഞ കൊല്ലത്തെ ഒരു പാപം നിങ്ങളുടെ എന്ത് ചെയ്യും, പുറത്തു തരും.
അതേപോലെ തന്നെ അടുത്ത് ചോദിച്ചു സുഇലാൻ യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ചയും ഒരാഴ്ചയിൽ 2 നോമ്പ് എടുക്കുമല്ലോ, തിങ്കളും വ്യാഴവും എടുക്കുന്ന നോമ്പിനെ കുറിച്ച് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ റസൂല് പറഞ്ഞു ഫഖാല ഉലിത്തു ഫീഹി, ഞാൻ ആ ദിവസത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ജനിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വബുഇസ്തു ഫീഹി, അന്നാണ് എനിക്ക് വഹീ നൽകിയതും അള്ളാഹു ആദ്യമായിട്ട്. അതേപോലെ തന്നെ വ അൻസൽതു അലയ്യ ഫീഹി, അന്നേ ദിവസമാണ് എനിക്ക് അള്ളാഹു വേദപുസ്തകം ഇറക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നത് വളരെ മഹത്തായ കാര്യമാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അറഫയുടെ നോമ്പ് നഷ്ടപ്പെടുത്താൻ പാടില്ല, അതിൻ്റെ പ്രതിഫലം ഒരാളും കളയാൻ പാടില്ല. കാരണം ആ പ്രതിഫലം അത് ഈ 2 കൗലിലെ ഏത് കൗല് വേണമെങ്കിലും സ്വീകരിക്കാം. ഖിലാഫ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസികൾക്ക് കിട്ടുന്ന ഒരു എളുപ്പമാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷേ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ചെയ്യുകയും അതിൻ്റെ പുണ്യം കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. അങ്ങനെ ഈ അയ്യാമു അഷർ 10 ദിവസത്തെ പ്രതിഫലാർഹമായ കാര്യങ്ങൾ ചെയ്യുക. ഉമ്മാനെ സഹായിക്കുക, ഉമ്മാനെ നോക്കുക, ഭാര്യയെ സഹായിക്കുക, ഭാര്യയോട് സംസാരിക്കുക, ഭാര്യയോട് നല്ല ബന്ധം, കുട്ടികളെ നോക്കുക. ഇതിനൊക്കെ പ്രതിഫലമാണ്. അള്ളാഹ് അങ്ങനെ പ്രതിഫലം തരാൻ തയ്യാറായിട്ടിരിക്കുന്ന ദിവസങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മളൊരു കരുതിയിരിക്കൽ നമ്മളുടെ ഭാഗത്തു നിന്ന് അതിനു വേണ്ടി ആ പ്രതിഫലം കരസ്ഥമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു കരുതലുണ്ടാകണം. ഈ അയ്യാമിനെ നശിപ്പിച്ച് കളയരുത്. അതിന് തഹജ്ജുദിന് നിങ്ങൾ അലാറം വെച്ച് എണീക്കുക. നിങ്ങളിപ്പോൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ അലാറം വെച്ച് എണീക്കൂലേ? ഇപ്പോൾ ഇനി പെരുന്നാളിന് അടുത്തത് വരാൻ പോണതാണ്, പെരുന്നാൾ കഴിഞ്ഞാൽ ട്രിപ്പുകളാണ്. ട്രിപ്പ് പോകാൻ നമ്മൾ അലാറം വെച്ച് എണീക്കും, തഹജ്ജുദിന് എണീക്കാൻ കഴിയൂല, അത് പറ്റൂല. അതും വേണം ഇതും വേണം. അപ്പോൾ അലാറം വെച്ചിട്ടെങ്കിലും എണീറ്റ് ഈ ഒരു ശീലത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ നല്ല ഉദ്യമങ്ങളെ സഫലീകരിച്ച് തരുമാറാകട്ടെ. നമ്മളിൽ ഒരുപാട് ചീത്ത ശീലങ്ങളുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ ആ ദുശീലങ്ങളെ ഞങ്ങളിൽ നിന്ന് നീ അകറ്റിത്തരണേ തമ്പുരാനെ. പിശാചിൻ്റെ ദുർബോധനങ്ങൾ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെ കുടുംബത്തെയും വല്ലാതെ ബാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ വരുമ്പോൾ എൻ്റെ മുന്നിലൊരു വണ്ടി അപകടപ്പെട്ടു. ഒരു വയസ്സായ ഒരു സഹോദരൻ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പല ആളുകളും വീഡിയോയിലൊക്കെ കാണുന്നത് അവരുടെ വണ്ടി ഇങ്ങനെ പറപ്പിക്കുന്നത് കണ്ടിട്ട് അതിൽ നിന്ന് മോഹം കയറിയിട്ട് സ്വന്തം വണ്ടി അങ്ങനെ പോയി ജീവിതം അവസാനിപ്പിക്കുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ സൂക്ഷ്മത പുലർത്താൻ നമ്മുടെ കുട്ടികൾ, മഴയാണ്, റോഡുകളുടെ അവസ്ഥയൊന്നും പറയണ്ട. അപ്പം അതുകൊണ്ട് അതിന് സൂക്ഷ്മത പുലർത്താൻ നമ്മളൊന്ന് ശ്രമിക്കുക. നമ്മുടെ യുവതലമുറക്ക് അതിനുള്ളൊരു മനസ്സ് പറഞ്ഞു കൊടുക്കുക. പിശാചിങ്ങനെ പറഞ്ഞ് പ്രേരിപ്പിക്കുക, നീ അങ്ങനെ പോ, ഇങ്ങനെ കാട്ട്, അങ്ങനെ കാട്ടുമ്പോഴാണ് നിനക്ക് സ്പീഡ് കുറഞ്ഞാൽ അവൻ തന്ത വൈബായി എന്നാണ് ഇപ്പോഴത്തെ ഇതിൽ. അവന് പിന്നെ ഒന്നിനും പറ്റൂല, അവന് പഴയ കാലത്തേക്ക് പോയി. സ്പീഡ് നല്ലോണം അവരാണ് ഈ തലമുറ. ഇതിൻ്റെ തലമുറ ആരാണ്? സ്പീഡുള്ളവൻ. അവിടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ക്ഷമ ഈമാൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പകുതിയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് വെറുതെ അല്ല അല്ലേ? പതുക്കെ പോണം എന്നാണ് പഠിപ്പിക്കുന്നത്. ഈ ഹദീസിനെ വെച്ചിട്ട് എന്തേലും കൊണ്ട് ചീത്ത പറയുമ്പോൾ മിണ്ടാതിരിക്കലാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കരുത്. വണ്ടിയിട്ട് പോകുമ്പോൾ പതുക്കെ പോവാനും പഠിപ്പിക്കുന്നതാണ് അസ്വബർ. എനിക്ക് ക്ഷമ വേണം, മനസ്സിലായ? അപ്പം ഇതെല്ലാം ഇസ്ലാമിൻ്റെ ഭാഗമാണ്. അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പെരുന്നാളാണ്, അപ്പോൾ കള്ള് മറ്റ് ലഹരി വസ്തുക്കളുടെ ഒരുപാട് ഉപയോഗത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ പോണത്. ഞാനിതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതേ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മക്കൾ ഇതിലൊന്നും പോകുന്നില്ല. അവർ രാത്രി വൈകിയൊന്നും, രാത്രി വൈബ് ഇപ്പം അങ്ങനെയാണ് തരേ, നൈറ്റ് ഡ്രൈവോ നൈറ്റ് ലൈഫോ ഒക്കെ ഉണ്ട് തരേ. അങ്ങനെ അത് കിട്ടാനൊക്കെ പോകുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അത് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ വൈബ് നഷ്ടപ്പെടുത്താൻ പോകുന്നതാണ്. അതുകൊണ്ട് അതിനെ സൂക്ഷിക്കുക. രാത്രി വൈകിയുള്ള യാത്രകൾ, രാത്രി വൈകിയുള്ള കൂട്ടുകെട്ടുകൾ, രാത്രി കാലങ്ങളിൽ പല സ്ഥലങ്ങളിൽ കറങ്ങാൻ പോക്ക്, അതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. കാരണം ഇസ്ലാം പറഞ്ഞത് അഷാൽ ഖബല ഇഷാ എന്നാണ്. രാത്രി ഭക്ഷണം എപ്പോഴാണ്? ഇഷാവിന് മുമ്പ് കഴിക്കണം എന്നാണ്. എന്തിനാണ് അത് പറയുന്നത്? ഈശാ നിസ്കരിച്ച് കഴിഞ്ഞാൽ സ്വഹാബത്ത് എന്തെങ്കിലും വർത്തമാനം പറയണമെങ്കിൽ നബി എന്താ പറയണോ, വല്ല പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ മാത്രം പറയാം, അല്ലെങ്കിൽ പോയി കിടക്കുക. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. കാരണം രാത്രിയായാൽ പിന്നെ നിങ്ങൾ രാത്രി ആസ്വദിക്കേണ്ടവരല്ല, നിങ്ങളുടെ കണ്ണടച്ച് സുഖമായിട്ട് കിടന്നുറങ്ങേണ്ടവരാണ്.
അത് നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഹോസ്പിറ്റലുകൾ സന്ദർശിച്ചു നോക്കുക. നെഫ്രോളജി, കിഡ്നി ഫെയിലിയറുകളുടെ പ്രധാന കാരണം ഈ രാത്രി ഉറക്കഴിക്കുന്നതാണ്. അത് ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മഹാരോഗങ്ങളിൽ നിന്ന്, മാരകമായ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ആളുകൾ പലരും ബുദ്ധിമുട്ടുന്നുണ്ട്. പടച്ചവനെ അവരുടെ രോഗങ്ങളെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നമ്മളുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഒരുപാട് ആളുകൾ പലരും പള്ളിയിൽ വരാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വന്നാൽ തന്നെ എൻ്റെ ഒരുപാട് വല്ലുപ്പമാർ അവരുടെയൊക്കെ ഇരുത്തം കാണുമ്പോൾ വല്ലാത്ത വിഷമമാണ്. പടച്ചവനെ അവരുടെ ആരോഗ്യം നീ കൊടുക്കണേ, അവർക്ക് ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവരുടെ രോഗങ്ങളെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്ക് മാനസികവും ശാരീരികവുമായ കരുത്തും ഭക്തിയും ശക്തിയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അതുപോലെ തന്നെ എന്നോട് പല സഹോദരന്മാരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായ പ്രതിസന്ധി, ഇപ്പോൾ കച്ചവടം, ബിസിനസ് എല്ലാം വളരെ പ്രതിസന്ധിയിലാണ്. പടച്ചവനെ അവൻ്റെ പ്രതിസന്ധികളെ നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവൻ്റെ സാമ്പത്തികമായ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ എല്ലാ കേദാരവുമുള്ള പടച്ചവനെ, ആ കേദാരത്തിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് നൽകി അവരുടെ പ്രതിസന്ധികളെ നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ യുവതലമുറക്ക് നീ ദിശാബോധം നൽകണേ തമ്പുരാനെ. ലഹരികളിൽ നിന്നും മറ്റു പല പ്രശ്നങ്ങളിലും അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലമുറയാണ് പടച്ചവനെ. ഞങ്ങളുടെ തലമുറയെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾക്ക് നീ കാരുണ്യം ചൊരിയണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ നീ കാരുണ്യം ചൊരിയണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ നീ കാരുണ്യം ചൊരിയണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളെ ഞങ്ങൾക്ക് നീ കൺകുളിർമയാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഞങ്ങൾക്ക് നീ കൺകുളിർമയാക്കണേ തമ്പുരാനെ. വഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.